എല്ലാവർക്കും പരിസര പഠനം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള ഇന്ത്യ എൻ്റെ രാജ്യം ആണ് എടുക്കാൻ പോകുന്നത്. ഇന്ത്യ നമ്മുടെ രാജ്യമാണല്ലേ. ഇന്ത്യ കുറേ കാലം വിദേശികളുടെ അധീനതയിലായിരുന്നു. ആരായിരുന്നു വിദേശികൾ? ബ്രിട്ടീഷുകാരല്ലേ. ഇന്ത്യയെക്കുറിച്ച് ചില അടിസ്ഥാന വിവരങ്ങൾ നമ്മൾ ഇന്ത്യക്കാർ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാറില്ലേ? എങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്? നമുക്ക് ആരൊക്കെയാണ് സ്വാതന്ത്ര്യം നേടി തന്നത്? ഈ വിദേശികളുടെ ഭരണത്തിൽ നാം പൊരുതി നേടിയതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഓക്കെ, എന്താണ് ഫസ്റ്റ് പേജിൽ കാണുന്നത്? ഫ്ലാഗൊക്കെ ഉയർത്തുന്നുണ്ടല്ലേ. സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണല്ലേ. നിങ്ങളുടെ സ്കൂളിലൊക്കെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കല്ലേ? നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച നാൾ വഴികളാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്ലാസ്. നോക്കൂ, ഫസ്റ്റ് പേജിൽ എന്താ കാണുന്നത്? സ്കൂളിലെ സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിൻ്റെ ആ ചിത്രമാണ് നമ്മൾ കാണുന്നത് അല്ലേ. തേജസിൻ്റെ സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കുകയാണ്. സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മേഘ ടീച്ചർ ഓരോ ഗ്രൂപ്പിനും ചുമതലകൾ നൽകി. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട പതിപ്പ് തയ്യാറാക്കുന്ന ചുമതലയാണ് തേജസിനും കൂട്ടുകാർക്കും ലഭിച്ചത്. പതിപ്പിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ അവർ ഗ്രന്ഥശാല സന്ദർശിക്കാൻ തീരുമാനിച്ചു. അവരുടെ മുൻ അധ്യാപകനായ വിനയൻ മാഷാണ് ഗ്രന്ഥശാലയുടെ ലൈബ്രറിയൻ. കുട്ടികൾ മാഷിനോട് ഗ്രന്ഥശാല സന്ദർശനത്തിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കി. കുട്ടികളെ, നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന വിദേശികൾ ആരാണെന്ന് പറയാമോ? വിനയൻ മാഷ് ചോദിച്ചു. ബ്രിട്ടീഷുകാർ, ഭവ്യ ആവേശത്തോടെ പറഞ്ഞു. മിടുക്കി. ആട്ടെ, എങ്ങനെയാണ് അവർ നമ്മുടെ അധികാരികളായി മാറിയതെന്ന് നിങ്ങൾക്കറിയാമോ? കുട്ടികൾ അറിയില്ലെന്ന മട്ടിൽ പരസ്പരം നോക്കി. മാഷ് ഗ്രന്ഥശാലയിൽ നിന്ന് ഒരു ചിത്രകഥാപുസ്തകം അവർക്ക് വായിക്കാനായി നൽകി. കൂട്ടുകാർ താല്പര്യത്തോടെ പുസ്തകം വായിച്ചു തുടങ്ങി. അപ്പോൾ നമ്മുടെ വിദേശികളിലെ എങ്ങനെയാണ് അവർ നമ്മളെ അധികാരികളായി ഇവിടെ വന്നിട്ട് അധികാരികളായി മാറിയത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് വിനയൻ മാഷ് അവർക്കൊരു പുസ്തകം കൊടുത്തു. അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, നോക്കൂ, ഫസ്റ്റ് ചിത്രത്തിൽ എന്താണ്? ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനായാണ് വിദേശികൾ കപ്പലുകളിൽ ആദ്യമായി ഇന്ത്യയിലെത്തിയത്. ഇനി രണ്ടാമത്തെ പിക്ചർ. പതിയെ പതിയെ അവർ രാജാക്കന്മാരിൽ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് ഇവിടെ വ്യവസായശാലകൾ സ്ഥാപിച്ചു. ഇനി 3. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ രാജാക്കന്മാർ പരസ്പരം ശത്രുക്കളായി പോരടിച്ചു നിന്നിരുന്നതിനാൽ വിദേശികൾക്ക് എളുപ്പത്തിൽ അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. 4. പീരങ്കി, തോക്ക് തുടങ്ങിയ മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് നാട്ടുകാരെ അവർ വരുതിയിലാക്കി. 5. ക്രമേണ കൃഷിയും കച്ചവടവും രാജാക്കന്മാരും അവരുടെ നിയന്ത്രണത്തിലായി. നാട്ടുരാജ്യങ്ങൾ അവർ പിടിച്ചെടുത്തു. 6. കാലങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർ ആധിപത്യം നേടി. പിന്നീടുള്ള 200ഓളം വർഷം ഇന്ത്യ അവരുടെ അധീനതയിലായിരുന്നു. ചിത്രകഥ വായിച്ചല്ലോ. ഇനി എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ. മാഷ് തുടർന്നു. മാഷിൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങളും ഉത്തരം കണ്ടെത്തൂ. എന്താണ് ആദ്യത്തെ ചോദ്യം? വിദേശികൾ ഇന്ത്യയിലെത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനായാണ് വിദേശികൾ കപ്പലുകളിൽ ആദ്യമായി ഇന്ത്യയിലെത്തിയത്. ഇനി വിദേശികൾക്ക് ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കാൻ എളുപ്പത്തിൽ കഴിഞ്ഞത് എങ്ങനെയാണ് എളുപ്പത്തിൽ കഴിഞ്ഞത്? ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ രാജാക്കന്മാർ പരസ്പരം ശത്രുക്കളായി പോരടിച്ചു നിന്നിരുന്നതിനാൽ വിദേശികൾക്ക് എളുപ്പത്തിൽ അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടങ്ങളിൽ ഇന്ത്യക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നത് എന്തുകൊണ്ടായിരിക്കാം? എന്താണ്? പീരങ്കി, തോക്ക് തുടങ്ങിയ മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളുമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നത് അല്ലേ. അതുകൊണ്ടാണ് നമുക്ക് അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട് പോയത്. ഓക്കെ, ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടങ്ങൾ. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വളരെയധികം പ്രയാസം അനുഭവിച്ചു അല്ലേ മാഷേ? നീന ചോദിച്ചു.
അതെ അതെ, പൊറുതിമുട്ടിയ ജനം വിവിധ സ്ഥലങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരായി സമരങ്ങൾക്ക് തുടക്കമിട്ടു. നിയമങ്ങൾ ലംഘിച്ചും നിസ്സഹകരണം പ്രഖ്യാപിച്ചും ജാഥകൾ സംഘടിപ്പിച്ചും അവർ പ്രതിഷേധിച്ചു. ഇത്തരം പ്രതിഷേധങ്ങളല്ലേ മാഷെ സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഉടൻ വന്നു നവീന്റെ സംശയം. മിടുക്കൻ! മാഷ് നവീനെ തോളിൽ തട്ടി അഭിനന്ദിച്ചു. ഇനി നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിലെ ചില പ്രധാന സംഭവങ്ങൾ പരിചയപ്പെടാം. മാഷ് അലമാരയിൽ നിന്ന് ഒരു പുസ്തകമെടുത്ത് കുട്ടികൾക്ക് നൽകി. പുസ്തകത്തിൽ നിന്ന് കുട്ടികൾ ശേഖരിച്ച വിവരങ്ങൾ വായിക്കൂ. നോക്കൂ, ഉപ്പു സത്യാഗ്രഹം 1930. അക്കാലത്ത് കടൽ വെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കുന്ന ജോലിയിൽ ധാരാളം ഇന്ത്യക്കാർ ഏർപ്പെട്ടിരുന്നു. ക്രൂരമായ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യക്കാർ ഉപ്പെടുക്കുന്നതിന് നികുതി പ്രത്യേക തുക അടയ്ക്കണമെന്ന് പ്രഖ്യാപിച്ചു. നികുതി കൊടുക്കാതെ ഉപ്പ് കുറുക്കുന്നവരെ തടങ്കിലാക്കി. ഇതിനെതിരെ ഗാന്ധിജി ജനങ്ങളെ സംഘടിപ്പിച്ചു. ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിൽ നിന്ന് വളരെ അകലെയുള്ള ദണ്ഡി കടപ്പുറത്തേക്ക് ജാഥയായി അവർ നീങ്ങി. കടലിൽ നിന്ന് ഒരു പിടി ഉപ്പ് വാരിയെടുത്ത് ഗാന്ധിജി പറഞ്ഞു, ഉപ്പ് പിടിച്ച ഈ കൈകൾ തകർക്കപ്പെട്ടാലും ഉപ്പ് വിട്ടുകൊടുക്കില്ല. ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ടീച്ചറിൻ്റെ സഹായത്തോടെ കണ്ടെത്തൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഉപ്പു സത്യാഗ്രഹം? ഈ ഉപ്പ് ഉണ്ടാക്കുന്ന കുറേ തൊഴിലാളികളുണ്ടായിരുന്നു. അവർക്ക് എന്താണ് ഉപ്പ് കുറുക്കാൻ വേണ്ടിയിട്ട് എന്താണ് നികുതി, അതിന് പ്രത്യേകമായിട്ടൊരു കരം അടയ്ക്കണമെന്ന് ബ്രിട്ടീഷുകാർ പറയുണ്ടായി. അങ്ങനെയാണ് അതിനെതിരായിട്ടാണ് ഗാന്ധിജി എന്താണ് ഉപ്പു സത്യാഗ്രഹം എന്ന സമരം ആരംഭിച്ചത്. ഓക്കെ, ഉപ്പു സത്യാഗ്രഹം സംഘടിപ്പിച്ച തീയതിയും സ്ഥലവും, ഗാന്ധിജിയുടെ നേതൃത്വം, ദണ്ഡി യാത്ര, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. ഓക്കെ, ഉപ്പു സത്യാഗ്രഹം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉപ്പിന് നികുതി ചുമത്തിയതിനെതിരെ പ്രതിഷേധിച്ച് 1930 മാർച്ച് 12 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അഹിംസാ സത്യാഗ്രഹമാണ് ഉപ്പു സത്യാഗ്രഹം. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ സബർമതിയിലെ ഗാന്ധിയുടെ ആശ്രമം മുതൽ ദണ്ഡി വരെ നികുതി നൽകാതെ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനായി ദണ്ഡി യാത്ര നടന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഗാന്ധിജിയുടെയും നേതൃത്വത്തിലായിരുന്നു സമരം. അപ്പോൾ 1930 മാർച്ച് 12 ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിൽ നിന്ന് 390 കിലോമീറ്റർ അകലെയുള്ള ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയും 78 അനുനായികളും ചേർന്ന് നടത്തിയ ജാഥയായിരുന്നു ഉപ്പു സത്യാഗ്രഹം, ദണ്ഡി യാത്ര എന്നൊക്കെ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് നോക്കൂ, ക്വിറ്റ് ഇന്ത്യ സമരം 1942. തുടർന്ന് മാഷ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഡയറി കുറിപ്പ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. നമുക്ക് ഡയറി കുറിപ്പ് ഒന്ന് വായിച്ചു നോക്കാം. 1942 ഓഗസ്റ്റ് 8. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ എനിക്ക് ഏറ്റവും ആവേശവും ഊർജവും ലഭിച്ച ദിനമായിരുന്നു ഇന്ന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബോംബെ സമ്മേളനത്തിൽ നിന്ന് ഞാൻ പങ്കെടുത്തു. സമ്മേളനത്തിൽ വെച്ച് ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ടു. ഇന്ത്യ വിടുക എന്നതാണത്രേ ഈ മുദ്രാവാക്യത്തിന്റെ അർത്ഥം. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഏറ്റവും ശക്തിയാർന്ന സമരമായിരിക്കണം ഇതെന്ന് ഗാന്ധിജി ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ബാപ്പുജി എല്ലാവരോടും ആഹ്വാനം ചെയ്തു. ഇതു കേട്ട ഞാൻ അറിയാതെ എഴുന്നേറ്റ് നിന്നു മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചുപോയി, ക്വിറ്റ് ഇന്ത്യ, ക്വിറ്റ് ഇന്ത്യ. ഓക്കെ, ഡയറി വായിച്ചില്ലേ? ഗാന്ധിജിയുടെ ആഹ്വാനമനുസരിച്ച് ആയിരങ്ങൾ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാകുമല്ലോ മാഷേ? തേജസ് ചോദിച്ചു. തീർച്ചയായും. ഈ സമരത്തിന്റെ മുദ്രാവാക്യം ഇന്ത്യയിലെങ്ങും മുഴങ്ങിക്കേട്ടു. ഇത് ജനങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നു, മാഷ് പറഞ്ഞു. ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് താഴെ പറയുന്ന വിവരങ്ങൾ ക്ലാസ് ലൈബ്രറിയുടെ സഹായത്തോടെ ശേഖരിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. എന്തൊക്കെയാണ് കുറിപ്പിൽ വേണ്ടത്? ക്വിറ്റ് ഇന്ത്യ ദിനം, നേതൃത്വം നൽകിയവർ, സമരത്തിന്റെ ഫലം. 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ പ്രമേയം പാസ്സാക്കിയ ദിവസമായിരുന്നു ഓഗസ്റ്റ് 8. സമരം തുടങ്ങിയത് 1942 ഓഗസ്റ്റ് 9. അപ്പോൾ നമ്മുടെ ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നാണ്? 1942 ഓഗസ്റ്റ് 9 എന്നുള്ള ഒരു ദിവസത്തിലാണ് നമ്മൾ ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത്. അതിന് നേതൃത്വം നൽകിയവരാരൊക്കെയാണ്?
ജയപ്രകാശ് നാരായണൻ, അരുണ ആസിഫ് അലി, നെഹ്റു, മൗലാന അബ്ദുൽ കലാം ആസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നിവരായിരുന്നു ഗാന്ധിജിയോടൊപ്പം ക്വിറ്റ് ഇന്ത്യ എന്ന സമരത്തിന് നേതൃത്വം നൽകിയവർ. എന്തായിരുന്നു ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യ വിടുക അല്ലേ. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സമരം ചെയ്യാണ്. അവരോട് ഇന്ത്യ വിട്ടു പോകാൻ പറഞ്ഞിട്ടാണല്ലേ സമരം. ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിടുക എന്നുള്ളതായിരുന്നു അല്ലേ. ഇനി ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജീനെയൊക്കെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയിരുന്നു ബ്രിട്ടീഷുകാർ. ഒരുപാട് യാതനകൾക്കപ്പുറം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നായിരുന്നു അല്ലേ ജനങ്ങളോട് ഗാന്ധിജി ആഹ്വാനം ചെയ്തിരുന്നത്. അങ്ങനെ ഒരുപാട് യാതനകൾ അനുഭവിച്ചിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. അതാണിത് ഓഗസ്റ്റ് വിപ്ലവം എന്ന പേരിലും കൂടെ അറിയപ്പെടാൻ കാരണം. ഈ സമരത്തിൻ്റെ ഫലം എന്തായിരുന്നു? ഭാവി നേതാക്കളുടെ ഉദയം, ഒരുപാട് നേതാക്കളുടെ ഉദയം അല്ലെ. അരുണ ആസിഫ് അലി പോലുള്ള നേതാക്കളുടെ ഉദയം. പിന്നെ ഇതെന്താണ്? ഇത് സ്വാതന്ത്ര്യ സമരത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരം കേരളത്തിലും. അപ്പോൾ കേരളത്തിലും ധാരാളം സമരങ്ങൾ നടന്നിട്ടുണ്ടാകില്ലേ മാഷേ? നവീൻ ചോദിച്ചു. ഉവ്, ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരങ്ങളുടെ ആവേശം കേരളത്തിലും അലയടിച്ചു. കണ്ണൂരിലെ പയ്യന്നൂർ കടപ്പുറത്തും ഉപ്പു നിയമം ലംഘിക്കപ്പെട്ടു. സമരത്തിൻ്റെ നേതാവായി പ്രവർത്തിച്ചത് കെ കേളപ്പനായിരുന്നു. പിന്നീട് എല്ലാവരും അദ്ദേഹത്തെ കേരള ഗാന്ധി എന്ന് വിളിച്ചു. അപ്പോൾ കേരള ഗാന്ധി ആരായിരുന്നു? കെ കേളപ്പൻ അല്ലേ. കേരളത്തിൽ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മറ്റുള്ളവർ ആരൊക്കെയായിരുന്നു മാഷേ? കുട്ടികൾക്ക് കൂടുതൽ അറിയണമെന്നായി 100 കണക്കിന് പേരുണ്ട് കേട്ടോ. ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, എ കെ ഗോപാലൻ, അക്കാമ ചെറിയാൻ, കുട്ടിമാളു അമ്മ തുടങ്ങിയ അനേകം ആളുകൾ മാഷ് ഓർമ്മിച്ചെടുത്തു പറഞ്ഞു. മാഷ് പറഞ്ഞ വിവരങ്ങളെല്ലാം കുട്ടികൾ കുറിച്ചെടുത്തു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ അന്വേഷിച്ചെഴുതൂ. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എന്താണ് കേരളത്തിലും ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്. മലബാർ കലാപം അല്ലേ, 1921 മലബാർ കലാപം നടന്നത്. ബ്രിട്ടീഷുകാർക്കും അതായത് ജന്മിത്തത്വത്തിനും എതിരായിട്ട് മലബാറിൽ നടന്ന സമരമാണ് മലബാർ കലാപം. ഇനി വേറെ ഏതൊക്കെയായിരുന്നു? കയ്യൂർ സമരം അല്ലേ, കർഷക തൊഴിലാളികൾ നടത്തിയ ഒരു പ്രധാന സമരമായിരുന്നു കയ്യൂർ സമരം. പിന്നെയോ പുന്നപ്ര വയലാർ സമരം അല്ലേ, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്ന തൊഴിലാളി മുന്നേറ്റമായിരുന്നു പുന്നപ്ര വയലാർ സമരം. ഇനി മൊറാഴ സമരം ഉണ്ട് അല്ലേ, നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് മൊറാഴ അല്ലേ. മൊറാഴ സമരം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി മൊറാഴയിൽ നടന്ന പ്രധാന ഒരു സമരമായിരുന്നു മൊറാഴ സമരം. ഇതൊക്കെ എന്താണ്? സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരങ്ങളാണ്. നെക്സ്റ്റ് സ്വാതന്ത്ര്യ സമര നേതാക്കൾ. മഹാത്മാ ഗാന്ധി. ഇന്ത്യയിലെമ്പാടുമുള്ള സ്വാതന്ത്ര്യ സമരക്കാർക്ക് പ്രചോദനമായ നേതാവാരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ കുട്ടികളെ? ഗാന്ധിജി. മാഷിൻ്റെ ചോദ്യവും കുട്ടികളുടെ ഉത്തരവും ഒരുമിച്ചായിരുന്നു. ഗ്രന്ഥശാലയിലെ പുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിജിയെക്കുറിച്ച് കുട്ടികൾ ശേഖരിച്ച വിവരങ്ങൾ വായിക്കൂ. ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു യഥാർത്ഥ പേര്. ദക്ഷിണാഫ്രിക്കയിലെ വക്കീൽ ഉദ്യോഗം ഉപേക്ഷിച്ച് തിരികെ ഇന്ത്യയിലെത്തി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേർന്നു. ലളിതമായ ജീവിതവും ഉയർന്ന ചിന്തയും ഹൃദ്യമായ ഇടപെടലും കൊണ്ട് വളരെ പെട്ടെന്ന് അദ്ദേഹം ഇന്ത്യയുടെ നേതാവായി ഉയർന്നു. സത്യവും അഹിംസയും അദ്ദേഹത്തിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും തെളിഞ്ഞു നിന്നു. കുട്ടികൾ അദ്ദേഹത്തെ ബാപ്പുജി എന്ന് സ്നേഹത്തോടെ വിളിച്ചു. ചമ്പാരൻ സമരം 1917, നിസ്സഹകരണ സമരം 1920, ഉപ്പു സത്യാഗ്രഹം 1930, ക്വിറ്റ് ഇന്ത്യ സമരം 1942 തുടങ്ങിയവയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകി. അപ്പോൾ നമ്മൾ ആരെക്കുറിച്ചാണ് ഇപ്പോൾ വായിച്ചത്? നമ്മുടെ ഗാന്ധിജിയെക്കുറിച്ചാണല്ലേ. ഗാന്ധിജിയെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഗാന്ധിജി ആർക്കാണ് ഇഷ്ടമില്ലാത്തതല്ലേ? നമ്മുടെ രാഷ്ട്രപിതാവാണല്ലേ ഗാന്ധിജി. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണല്ലേ. നമ്മൾ അദ്ദേഹത്തിന് എന്തായിരുന്നു വിളിച്ചിരുന്നത്? ബാപ്പുജി എന്നായിരുന്നു അല്ലേ വിളിച്ചിരുന്നത്. ഗാന്ധിജിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ സ്കൂൾ ലൈബ്രറിയുടെ സഹായത്തോടെ ശേഖരിച്ച് ചെറുവിവരണം തയ്യാറാക്കൂ. സംഘങ്ങളായി ഗാന്ധി പതിപ്പ് തയ്യാറാക്കൂ. എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്?
ഗാന്ധിജിയുടെ ജനനം, ജന്മസ്ഥലം, മാതാപിതാക്കൾ, ആത്മകഥ, ജീവിത രീതി, സ്വഭാവ ഗുണങ്ങൾ, സമരരീതി, ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ എന്ത് തയ്യാറാക്കേണ്ടത്? ആ ഗാന്ധി പതിപ്പ് തയ്യാറാക്കേണ്ടത് അല്ലേ? ഓക്കെ, അതിലെന്തൊക്കെ ഉൾപ്പെടുത്തണം? ഗാന്ധിജിയുടെ ജനനം, ജന്മസ്ഥലം, മാതാപിതാക്കൾ, ആത്മകഥ, ജീവിത രീതി, സ്വഭാവ ഗുണങ്ങൾ, സമരരീതി, ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് എന്ത് നമ്മൾ ഗാന്ധി പതിപ്പ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. കരംചന്ദ് ഗാന്ധിയും പുത്ലിബായിയുമാണ് മാതാപിതാക്കൾ. ലളിതമായ ജീവിത രീതിയും ശാസ്ത്രശീലവും സാധുജന സേവനവും ഗാന്ധിജിയെ വ്യത്യസ്തനാക്കി. അഹിംസ, സത്യാഗ്രഹം, നിരാഹാര സത്യാഗ്രഹം, സമാധാനപരമായ മാർഗത്തിലൂടെയുള്ള സമരം എന്നിവയായിരുന്നു ഗാന്ധിജിയുടെ സമരരീതി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഭാരതത്തെ മോചിപ്പിക്കുന്നതിനായി നിരവധി സമരങ്ങൾ ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മുഖ്യ കണ്ണിയായിരുന്നു ഗാന്ധിജി. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര്. ഇനി കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഗാന്ധി പതിപ്പ് തയ്യാറാക്കണം. ഓക്കെ, നോക്കൂ, ഇനി നെക്സ്റ്റ് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ? നിങ്ങൾ എവിടെയും കണ്ട് പരിചയമുണ്ടോ ഈ ചിത്രം? ഇനി മറ്റൊരാളെ കൂടി പരിചയപ്പെടുത്താം. താഴെ നൽകിയിരിക്കുന്ന സൂചനകളിൽ നിന്ന് ആളെ കണ്ടെത്താമോ? വിനയൻ മാഷ് ചോദിച്ചു. എന്തായിരുന്നു സൂചനകൾ? സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻനിരയിൽ ഗാന്ധിജിക്കൊപ്പം പ്രവർത്തിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ വിവരം പ്രഖ്യാപിച്ചത് ഇദ്ദേഹമാണ്. കുട്ടികൾ ഇദ്ദേഹത്തെ സ്നേഹത്തോടെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവില്ല ഇതാരാണെന്നുള്ളത്. നമ്മൾ ചാച്ചാജി എന്നാരെയാണ് വിളിക്കുന്നത്? ജവഹർലാൽ നെഹ്റുവിനെയാണ് അല്ലേ? എല്ലാവരും ചേർന്ന് ഉത്തരം പറഞ്ഞു, ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തൂ. എന്താണ് ആദ്യത്തെ ചോദ്യം? നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ്? ഈ ദിനം ഏതു പേരിലാണ് നാം ആഘോഷിക്കുന്നത്? എന്നാണ് നെഹ്റുവിൻ്റെ ജന്മദിനം? നവംബർ 14 അല്ലേ? ഈ ദിനം നമ്മൾ ഏത് പേരിലാണ് ആഘോഷിക്കുന്നത്? ശിശുദിനം എന്ന പേരിലാണല്ലേ? 1889 നവംബർ 14 നെഹ്റു ജനിച്ചത്. ഈ ദിവസം നമ്മൾ ശിശുദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് അല്ലേ? ഇനി നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? എന്താണ് നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേര്? ഒരു ആത്മകഥ എന്നതാണ് ആ നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേര്. ആൻ ഓട്ടോബയോഗ്രഫി. 1936 ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഓക്കെ, കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാന പങ്കുവഹിച്ച മറ്റു ചിലരെ കൂടി മാഷ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. നോക്കൂ ആരൊക്കെയാണ്? സുഭാഷ് ചന്ദ്രബോസ്, സർദാർ വല്ലഭായ് പട്ടേൽ, ഗോപാലകൃഷ്ണ ഗോഖലെ, സരോജിനി നായിഡു, ബാലഗംഗാധര തിലക്, ഭഗത് സിംഗ്, അരുണ ആസിഫ് അലി ഖാൻ, അബ്ദുൾ ഗാഫർ ഖാൻ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നേതാക്കളെ പരിചയപ്പെട്ടല്ലോ. ഇവരെ നമ്മളൊരു 8 ആളുകളുടെ പേര് ഇപ്പോൾ ഇവിടെ പഠിച്ചു അല്ലേ, വായിച്ചു അല്ലേ? ഇവരാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നേതാക്കളായിരുന്നു. ചുവടെ നൽകിയ വസ്തുതകളുമായി ബന്ധപ്പെട്ട നേതാക്കളെ കണ്ടെത്തി എഴുതൂ. ഇവിടെ നെക്സ്റ്റ് പേജിൽ ഒരു പട്ടിക തന്നിട്ടുണ്ട്. അത് ആരാണ് എന്നുള്ളത് എഴുതി കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വനിത, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നു. ആരാണ്? സരോജിനി നായിഡു. ബ്രിട്ടീഷുകാർക്കെതിരെ ധീരതയോടെ ആയുധമെടുത്ത് പോരാടി 23-ാം വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ടു. ആരാണ്? ഭഗത് സിംഗ് ആണ് അല്ലേ? ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ രാജ്ഞി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധിക എന്നിങ്ങനെ വിളിക്കപ്പെടുന്നു. ആരാണ്? അരുണ ആസിഫ് അലി. നാട്ടുരാജ്യങ്ങളെ ചേർത്ത് ഇന്ത്യ എന്ന രാജ്യം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടു. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി നേതാജി എന്നു വിളിക്കുന്നു. ആരാണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഇനി സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച ലോകമാന്യ എന്നറിയപ്പെടുന്നു. ആരാണ്? ബാലഗംഗാധര തിലക്. ഇനി ഗാന്ധിജിയെ രാഷ്ട്രീയത്തിലേക്ക് നയിച്ച ഗുരു.
സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചു. ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഓക്കെ. ഇനി നെക്സ്റ്റ്, ഗാന്ധിജിയുടെ ആദർശങ്ങൾ പിന്തുടർന്നു. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടു. ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? മറ്റു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു ചുമർ പത്രിക തയ്യാറാക്കൂ. നിങ്ങളുടെ നാട്ടിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവരുമായി അഭിമുഖം നടത്തി വിവരങ്ങൾ ശേഖരിക്കൂ. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമുള്ള സ്ഥലങ്ങൾ നിങ്ങളുടെ പ്രദേശത്തുണ്ടോ എന്നു കൂടി അന്വേഷിച്ചറിയൂ. ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക്. വിനയൻ മാഷിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി കുട്ടികൾ സ്വാതന്ത്ര്യദിന പതിപ്പ് തയ്യാറാക്കി. മേഘ ടീച്ചർ പ്രകാശനം ചെയ്ത പതിപ്പിലെ വിവരങ്ങൾ വായിക്കൂ. അപ്പോൾ എന്താണ്? തേജസ്സും കൂട്ടരും എന്താണ് പതിപ്പ് തയ്യാറാക്കിയില്ലേ? ഇനി അതിലെ വിവരങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, നോക്കൂ. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇന്ത്യയിലെമ്പാടും നിരവധി സമരങ്ങൾ സംഘടിക്കപ്പെട്ടു. ഗാന്ധിജിയെ പോലുള്ള നേതാക്കളുടെ വാക്കുകൾ സമരങ്ങൾക്ക് ആവേശം പകർന്നു അല്ലേ? നെക്സ്റ്റ്, ചില സമരങ്ങൾ കലാപങ്ങളായി മാറി. നിരവധി ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടി. അവരിൽ കൂടുതൽ പേർക്കും ജീവൻ നഷ്ടമായി. സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാക്കൾ പലവട്ടം ജയിലിൽ അടയ്ക്കപ്പെട്ടു. അവർക്കൊപ്പം ആയിരക്കണക്കിന് ആളുകൾ അറസ്റ്റ് വരിച്ചു. ഇന്ത്യക്കാരുടെ മേൽ കഠിനമായ നിയമങ്ങൾ അടിച്ചേൽക്കപ്പെട്ടു. ഒടുവിൽ നിരന്തരമായ സമരങ്ങളുടെയും ചർച്ചകളുടെയും ഫലമായി ഇന്ത്യയുടെ ഭരണം ഇന്ത്യക്കാർക്ക് കൈമാറാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതായി പ്രഖ്യാപിക്കപ്പെട്ടു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഈ അർദ്ധരാത്രിയിൽ ലോകം നിദ്രയിലായിരിക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ്. അദ്ദേഹം ആവേശത്തോടെ പ്രസംഗിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ വായിച്ചല്ലോ. സ്കൂൾ ലൈബ്രറി ഉപയോഗപ്പെടുത്തി കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തൂ. താഴെ നൽകിയ പ്രസ്താവനകൾക്കു നേരെ ഉചിതമായ അടയാളം ശരിയോ തെറ്റോ നൽകാനാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ള പ്രസ്താവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അനേകം ആളുകൾ ജീവൻ നഷ്ടപ്പെടുത്തി നേടിയതാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ശരിയാണല്ലേ? നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന സമര നേതാക്കളെ നാം ആദരവോടെ ഓർക്കേണ്ടതുണ്ട്. ശരിയാണ്. നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം നാം സംരക്ഷിക്കുകയും പങ്കുവയ്ക്കുകയും വേണം അല്ലേ? അത് വേണം. ശരിയാണ്. ഇന്ത്യക്കാരെന്ന നിലയിൽ നാം അഭിമാനിക്കുകയും രാജ്യസ്നേഹം പുലർത്തുകയും വേണം അല്ലേ? ശരിയാണ്. എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനം നാം സമുചിതമായി ആഘോഷിക്കണം. എന്താണ്? ശരിയാണല്ലേ? സ്വാതന്ത്ര്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട പത്രവാർത്തകളും ചിത്രങ്ങളും ഇന്റർനെറ്റിൽ നിന്ന് ശേഖരിച്ച് ടീച്ചറുടെ സഹായത്തോടെ ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കൂ. ഓക്കെ, അത് നിങ്ങൾ ചെയ്യുക. ഇനി നെക്സ്റ്റ്, ഇന്ത്യയുടെ ഭരണഘടന. പാഠപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തും അവസാന ഭാഗത്തും ഭരണഘടന എന്ന തലക്കെട്ടിൽ ചില വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. അത് വായിക്കൂ. ഈ ഭരണഘടന തയ്യാറാക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണെന്നറിയാമോ? നമ്മുടെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പേജിൽ നമ്മളെന്താണ് ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് വായിക്കാൻ പറ്റും. എല്ലാവരും, ഇനി അറിയാത്തവരും കാണാത്തവരും വായിച്ചു നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ. ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രിയായിരുന്ന ഡോക്ടർ ഭീംറാവു റാംജി അംബേദ്കറുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഇന്ത്യക്കായി പുതിയൊരു നിയമ സംഹിത തയ്യാറാക്കപ്പെട്ടു. ഇന്ത്യയുടെ ഭരണഘടന എന്നാണ് ഈ രേഖ അറിയപ്പെടുന്നത്. 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത്. പൗരരുടെ അവകാശങ്ങൾ, ചുമതലകൾ, സർക്കാരുകൾ, തിരഞ്ഞെടുപ്പ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ക്ലാസ് ലൈബ്രറിയുടെ സഹായത്തോടെ ഉത്തരം കണ്ടെത്തൂ. ഇവിടെ ആരുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്? ഇതാണ് BR അംബേദ്കർ അല്ലേ? ഇനി ഇവിടെ താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിനം ഏതു പേരിലാണ് നാം ആഘോഷിക്കുന്നത്? ഏത് പേരിലാണ്? ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ടാണല്ലേ ആഘോഷിക്കുന്നത്. അത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? BR അംബേദ്കർ അല്ലേ? ഭീംറാവു റാംജി അംബേദ്കർ എന്നാണ് BR അംബേദ്കറുടെ മുഴുവൻ പേര്. ഓക്കെ, ഇനി ഏറ്റവും വലിയ ലിഖിത
ലിഖിത എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട ഘടനയുള്ള രാജ്യം ഏത്? ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ഏത്? നമ്മുടെ ഇന്ത്യ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ് ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം. ഇനി നെക്സ്റ്റ് എന്താണ്? ഇന്നത്തെ ഇന്ത്യ. കുട്ടികൾ ലൈബ്രറിയിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ കൂട്ടുകാരുമായി പങ്കുവച്ചു. മേഘ ടീച്ചറും ചർച്ചയിൽ പങ്കുചേർന്നു. ടീച്ചറെ, അനേകം നാട്ടുരാജ്യങ്ങൾ ഒരുമിച്ച് ചേർത്തല്ലേ ഇന്ത്യ എന്ന രാജ്യം രൂപീകരിച്ചത്? ജൊഹാനാണ് ഇത്തവണ സംശയം ചോദിച്ചത്. അതെ, ഇങ്ങനെ ഒരുമിച്ചു ചേർത്ത പ്രദേശങ്ങളെ ഭരണ സൗകര്യത്തിനായി ഭാഷയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് വേർതിരിച്ചു. ഇപ്രകാരം രൂപം കണ്ട പ്രദേശങ്ങൾ സംസ്ഥാനങ്ങൾ എന്ന് അറിയപ്പെട്ടു. ടീച്ചർ വിശദീകരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണല്ലേ, ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? 28 സംസ്ഥാനങ്ങളുണ്ട് അല്ലേ? ഇനി അതേക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലേ? നമ്മളതിലേത് സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ കേരളത്തിലാണല്ലേ. സംസ്ഥാനങ്ങൾ. ടീച്ചർ കുട്ടികളെ ഇന്ത്യയുടെ ഭൂപടം പരിചയപ്പെടുത്തി. ഇന്ത്യയിൽ ഇപ്പോൾ 28 സംസ്ഥാനങ്ങളാണുള്ളത്. ഓരോ സംസ്ഥാനത്തിൻ്റെയും ഭരണസിരാ കേന്ദ്രത്തെ തലസ്ഥാനം എന്ന് വിളിക്കുന്നു. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും രേഖപ്പെടുത്തിയ ഭൂപടം നിരീക്ഷിക്കൂ. നോക്കൂ, നമ്മുടെ ഇന്ത്യയുടെ ഭൂപടമാണല്ലേ. 28 സംസ്ഥാനങ്ങളടങ്ങുന്ന ഇന്ത്യയുടെ ഭൂപടമാണ്. ഇതിൽ നമ്മൾ ജീവിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ് അല്ലേ. ഇനി സംസ്ഥാനങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. നമ്മൾ 28 സംസ്ഥാനങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഏതൊക്കെയാണെന്ന് എഴുതി നോക്കാം. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഗോവ, തെലങ്കാന, മഹാരാഷ്ട്ര. ഇനി നമുക്ക് എഴുതി കൊടുക്കാം. ഗോവ, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒറീസ, പശ്ചിമ ബംഗാൾ, സിക്കിം, അരുണാചൽ പ്രദേശ്, പിന്നെ ഏതാണ്? ആസാം, നാഗാലാൻഡ്, മേഘാലയ, ത്രിപുര, മണിപ്പൂർ, മിസോറാം. ഇത്രയാണ് നമ്മുടെ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾ. ഓക്കെ, സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനവും ഉൾപ്പെടുത്തി പട്ടിക തയ്യാറാക്കി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. നമുക്ക് ഇവയുടെയൊക്കെ തലസ്ഥാനവും പഠിക്കണം അല്ലേ. അപ്പോൾ എങ്ങനെയാണ്? ആദ്യം നമ്മൾ കേരളത്തിൻ്റെ എടുക്കാം അല്ലേ. കേരളം തിരുവനന്തപുരം, തമിഴ്നാട് ചെന്നൈ, കർണാടക ബാംഗ്ലൂർ, ആന്ധ്രാപ്രദേശ് അമരാവതി, തെലുങ്കാന ഹൈദരാബാദ്, ഗോവ പനാജി, മഹാരാഷ്ട്ര മുംബൈ, മധ്യപ്രദേശ് ഭോപ്പാൽ, ഗുജറാത്ത് ഗാന്ധിനഗർ, രാജസ്ഥാൻ ജയ്പൂർ, ഹരിയാന ചണ്ഡീഗഡ്, പഞ്ചാബ് ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ് ഷിംല, ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ, ഉത്തർപ്രദേശ് ലക്നൗ, ബീഹാർ പാറ്റ്ന, ജാർഖണ്ഡ് റാഞ്ചി, ഛത്തീസ്ഗഡ് റായ്പൂർ, ഒറീസ ഭുവനേശ്വർ, പശ്ചിമ ബംഗാൾ കൊൽക്കത്ത, സിക്കിം ഗാംഗ്ടോക്ക്, അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ. ഇനി ഏതൊക്കെയാണ്? ആസാം ദിസ്പൂർ, നാഗാലാൻഡ് കൊഹിമ, മേഘാലയ ഷില്ലോങ്, ത്രിപുര അഗർത്തല, മണിപ്പൂർ ഇംഫാൽ, മിസോറാം ഐസോൾ. ഇതൊക്കെയാണ് നമ്മുടെ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഇന്ത്യയിൽ സംസ്ഥാന പദവിയില്ലാത്ത ചില പ്രദേശങ്ങളും ഉണ്ട് കേട്ടോ. ഇവ കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. ഇത്തരം പ്രദേശങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മേഘ ടീച്ചർ കുട്ടികളോട് ചോദിച്ചു. ഞാൻ കേട്ടിട്ടുണ്ട്. ഇവയല്ലേ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നറിയപ്പെടുന്നത്? മിക ചാടി എഴുന്നേറ്റ് പറഞ്ഞു. അതെ, ഇപ്പോൾ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ടീച്ചർ കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഭൂപടത്തിൽ നിന്ന് കണ്ടെത്തി എഴുതൂ. ഇന്ത്യയുടെ ഭൂപടം നിരീക്ഷിച്ച് താഴെ നൽകിയിരിക്കുന്നവയ്ക്ക് ഉത്തരം കണ്ടെത്തൂ. ഓക്കെ, നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ചണ്ഡീഗഡ്, ബാദ്ര നാഗർ ഹവേലി, ദാം ആൻഡ് ദിയു, ലക്ഷദ്വീപ്, ഡൽഹി, ജമ്മു കാശ്മീർ, ലഡാക്ക്, പുതുച്ചേരി എന്നിവയാണ് എന്ത്? നമ്മുടെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഓക്കെ, ഇനി ഇന്ത്യയുടെ ഭൂപടം നിരീക്ഷിച്ച് താഴെ നൽകിയിരിക്കുന്നവയ്ക്ക് ഉത്തരം കണ്ടെത്തൂ. ഓക്കെ, എന്താണ് ആദ്യത്തെ ചോദ്യം? ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ചൈന, മാലിദ്വീപ്, മ്യാൻമർ, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നിവയാണ് നമ്മുടെ അയൽ രാജ്യങ്ങളിലെ.
ഇനി അടുത്ത ചോദ്യം എന്താണ്? അറബിക്കടലിൻ്റെ തീരത്തുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളം, തമിഴ്നാട്, ഗോവ, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവയാണ് അറബിക്കടലിൻ്റെ തീരത്തുള്ള സംസ്ഥാനങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്തുള്ള സംസ്ഥാനങ്ങൾ. ഇത് നമുക്ക് ആ മാപ്പ് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനെയാണ് നിങ്ങളിത് കണ്ടെത്തേണ്ടത്. മാപ്പ് നോക്കുക, എന്നിട്ട് നിങ്ങൾ ഓരോ സംസ്ഥാനങ്ങളുടെയും സ്ഥാനങ്ങൾ കണ്ടെത്തുക. ഓക്കെ, ഏതൊക്കെയാണ് ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്തുള്ള സംസ്ഥാനങ്ങൾ? പശ്ചിമ ബംഗാൾ, ഒഡീഷ, പിന്നെ ആന്ധ്രാപ്രദേശ് ആൻഡ് തമിഴ്നാട് അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും സംസ്ഥാനങ്ങളാണ് ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്തുള്ള സംസ്ഥാനങ്ങൾ. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഗോവയാണ് ഏറ്റവും ചെറിയ സംസ്ഥാനം. ഇനി ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം. ഓക്കെ, എത്ര സംസ്ഥാനങ്ങളുമായിട്ടാണ്? 8 സംസ്ഥാനങ്ങളുമായിട്ടാണ് ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നത്. ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, ഡൽഹി, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ തുടങ്ങിയവയ്ക്കൊക്കെ അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഉത്തർപ്രദേശ്. ഓക്കെ, ഏറ്റവും ജനസംഖ്യ കൂടിയ, ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ഒരു സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ്. ഓക്കെ, താഴെ നൽകിയിരിക്കുന്ന പദപ്രശ്നം പൂർത്തിയാക്കൂ. ഇവിടെ ഒരു പദപ്രശ്നത്തിൻ്റെ ഡയഗ്രാം തന്നിട്ടുണ്ടല്ലേ, പിക്ചർ തന്നിട്ടുണ്ട്, താഴെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, വലത്തോട്ട് ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? കേരളത്തിൻ്റെ അയൽ സംസ്ഥാനം ബംഗളൂരു ആണ് തലസ്ഥാനം. ഏതായിരുന്നു? കർണാടകയാണ് അല്ലേ? ഇനി അറബിക്കടലിൻ്റെ തീരത്താണ് സ്ഥാനം. ഗുജറാത്തുമായി അതിർത്തി പങ്കിടുന്നു. ആരാണ്? മഹാരാഷ്ട്ര. ഇനി മൂന്നാമത്തത് അയൽ രാജ്യമായ മ്യാൻമറുമായി അതിർത്തിയുണ്ട്. ത്രിപുരയോട് ചേർന്നാണ് സ്ഥാനം. ആരാണ്? മിസോറാം. ഓക്കെ, ഇനി കൊഹിമ ഈ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ്. നമ്മൾ നേരത്തെ തലസ്ഥാനങ്ങൾ പഠിച്ചപ്പോൾ അതിൽ കൊഹിമ എന്ന് പഠിച്ചിരുന്നുല്ലേ? അത് ആരുടെ തലസ്ഥാനമാണ്? ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ്? നാഗാലാൻഡ് അല്ലേ? ഇനി 5, ബംഗ്ലാദേശുമായി അതിർത്തിയുണ്ട്. ആസാമിൻ്റെ അയൽ സംസ്ഥാനം ആരാണ്? മേഘാലയ. ഓക്കെ, ഇനി 6, രാജസ്ഥാൻ, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നിവയുമായി അതിർത്തി പങ്കിടുന്നു. രാജ്യ തലസ്ഥാനമായ ഡൽഹിയോട് ചേർന്നാണ്. ആരാണ്? ഹരിയാനയാണ്. 6ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. ഇനി താഴോട്ട്, വലുപ്പത്തിൽ രണ്ടാമതുള്ള ഈ സംസ്ഥാനം ഇന്ത്യയുടെ മധ്യഭാഗത്താണ്. ഏതാണ്? മധ്യപ്രദേശ്. ഇനി 7ാമത്തെ താഴോട്ടുള്ള ചോദ്യമാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ഇനി 8, കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമാണ്. ചെന്നൈയാണ് തലസ്ഥാനം. നമ്മൾ തലസ്ഥാനം പഠിച്ചപ്പോൾ ചെന്നൈ ഏതിൻ്റെതാണെന്നാണ് പഠിച്ചത്? തമിഴ്നാട്. ഓക്കെ, ഇനി 9ാമത്തത്, ഈ സംസ്ഥാനത്താണ് ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത്. ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തെലങ്കാനയാണ് അല്ലേ? ഇനി മുകളിലേക്ക് 10ാമത്തെ ചോദ്യമാണ്, നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നു. പാട്നയാണ് തലസ്ഥാനം. ഏതായിരുന്നു പാട്ന തലസ്ഥാനം വരുന്നത്? ബീഹാർ ആണല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനുകളാണ് നമ്മൾ പദപ്രശ്നത്തിൽ എഴുതി കൊടുക്കേണ്ടത്. അത് എഴുതി കൊടുക്കുമ്പോൾ എങ്ങനെ വരും? നമ്മൾ ഈ ഓരോന്നിൻ്റെയും ആൻസർ ഇതുപോലെ ഇതിൽ എഴുതി കൊടുത്തിട്ടാണ് നമ്മൾ പദപ്രശ്നം പൂർത്തീകരിക്കേണ്ടത്. ഓക്കെ, കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്തി ക്ലാസ്സിൽ ഒരു ചോദ്യോത്തര പയറ്റ് സംഘടിപ്പിക്കും. ഇതുപോലെ സംസ്ഥാനങ്ങളെക്കുറിച്ച്, നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ അതിൻ്റെ ഉത്തരങ്ങളും കണ്ടെത്തിയിട്ട് ചോദ്യോത്തര പയറ്റ് സംഘടിപ്പിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഒരു പകർപ്പ് കടലാസ് ഉപയോഗിച്ച് ഇന്ത്യയുടെ ഭൂപടം വരച്ച് സംസ്ഥാനങ്ങൾ അടയാളപ്പെടുത്തൂ. അവ കട്ടിയുള്ള കടലാസിൽ ഒട്ടിച്ച ശേഷം സംസ്ഥാനങ്ങൾ വെട്ടിയെടുത്ത് ജിഗ്സോ കളിക്കൂ. ഓക്കെ, അങ്ങനെയാണ് കളിക്കേണ്ടത്. ഒരു പകർപ്പ് കടലാസ് എടുത്തിട്ട് ഇന്ത്യയുടെ ഭൂപടം വരച്ച് സംസ്ഥാനങ്ങൾ അടയാളപ്പെടുത്തുക. അവ കട്ടിയുള്ള കടലാസിൽ ഒട്ടിച്ച ശേഷം സംസ്ഥാനങ്ങൾ വെട്ടിയെടുത്ത് പിന്നെ അത് ചേർത്ത് വെച്ച് കളിക്കുന്നതിനെയാണ് നമ്മൾ ജിഗ്സോ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും അപ്പോൾ അത് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ EVSലെ 2ാമത്തെ അധ്യായത്തിലെ പാർട്ട് 1 ക്ലാസ്സാണ് ഇത്. ഇനി പാർട്ട് 2 ക്ലാസ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ
ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പാർട്ട് 2 ക്ലാസ് മറക്കാതെ കാണുന്നതിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ.